നമ്മുടെ കഥാനായകൻ തോബിത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകൻ തോബിയാസും അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളും അവർ ഗലീലയിലെ തിഷ്ബയിൽ നിന്നായിരുന്നു. തിഷ്ബയിൽ നിന്ന് അസീറിയയുടെ തലസ്ഥാന നഗരമായ യോന പ്രവചനം നടത്തിയ ആ നിനവയിലേക്ക് നാടുകടത്തപ്പെടുകയാണ്, കൊണ്ടുപോകപ്പെടുകയാണ്. ദാനിലും ബഥേലിലും സ്ഥാപിച്ച കാളക്കുട്ടികളെ ആരാധിക്കുന്നതിന് വൈമുഖ്യം കാണിച്ച ഇസ്രായേൽക്കാരിൽപ്പെട്ട ആ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു തോബിത്ത്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ജെറോബോവാം യൂദായിൽ നിന്ന് വേർതിരിഞ്ഞ് ജെറുസലേമിലെ ആരാധനയ്ക്ക് പകരം കാളക്കുട്ടികളെ ബഥേലിലും ദാനിലും സ്ഥാപിച്ചപ്പോൾ അതിനെ ആരാധിക്കാതെ ജെറുസലേമിലാണ് യഥാർത്ഥ ദൈവാരാധന നടത്തേണ്ടതെന്ന് തീരുമാനിച്ച ജനത്തിൻ്റെ, ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു തോബിത്ത്. അദ്ദേഹം ബഥേലിലും ദാനിലും ഉള്ള കാളക്കുട്ടികളെ ആരാധിക്കുന്നതിന് പകരം ജെറുസലേമിലേക്ക് ആരാധനയ്ക്ക് പോയിരുന്നു എന്ന് നമുക്ക് ഈ വായനയിൽ നിന്ന് മനസ്സിലായി. വിശ്വസ്ത